പ്രേമേ, ഈ സോനം രഘുവംശിക്ക് കാമുകനോടൊപ്പം കഴിയാൻ പറ്റിയോ? കഥ ഒരു നീണ്ട കഥയാണ്, നമുക്ക് പരമാവധി ബോറടിപ്പിക്കാത്ത രീതിയിൽ പറയാം. ഇത് സംഭവം നടക്കുന്നത് അങ്ങ് മേഘാലയ ഷില്ലോങ്ങിലാണ്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഈ സോനം രഘുവംശി, അവരുടെ ഭർത്താവ് രാജ രഘുവംശി, ഇവര് രഘുവംശി ഇവര് ഇൻഡോർ സ്വദേശികളാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ മെയ് 20-നായിരുന്നു, മെയ് 11-നായിരുന്നു ഇവരുടെ വിവാഹം. ഈ കഴിഞ്ഞ മാസം ഇപ്പോൾ മെയ് 11-ന് ഇവരുടെ വിവാഹം. ഇവർ മധുവിധു ആഘോഷിക്കാനായിട്ട് മെയ് 20-ാം തീയതി ഈ ഷില്ലോങ്ങിലേക്ക് എത്തുന്നു. സ്വാഭാവികം, കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അതിനുശേഷം ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അതെ അതെ അതെ, മഞ്ഞൊക്കെ നല്ല വെള്ളം മഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർ അവിടെ എത്തി, ഇവർ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഒരു 2 വീലർ അവിടുന്ന് വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ഇവരെത്തിയ പുറകെ മറ്റു 3 പേര് കൂടി, 4 പേര് കൂടി അവിടേക്ക് എത്തി. അതിൽ ഈ ഇവനെ കൊല്ലാനുള്ള സംഘവും കൂടി ഉണ്ടായിരുന്നു. ഭർത്താവിനെ കൊല്ലാനുള്ള സംഘവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതും ഇയാളോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത. അല്ല, അങ്ങനെയല്ല. ഈ വാർത്ത ആദ്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതെ, ഭാര്യ ഭർത്താക്കന്മാരെ പിന്തുടർന്ന് ഗുണ്ടകൾ. അതെ. അപ്പോൾ നമ്മൾ കരുതുന്നത് ഇങ്ങനെയാണ്, സ്വാഭാവികമായിട്ടും ഒരു കൊലപാതകം നടക്കുമ്പോൾ ഇയാളോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ്. പക്ഷേ പിന്നെയാണ് കഥയിൽ ട്വിസ്റ്റ് ഉണ്ടായത്. അതായത് ഈ ഭാര്യ, ഈ അവരുടെ കാമുകനുണ്ട്, അയാളുടെ പേര് രാജ് കുശ്വ എന്നാണ് കാമുകന്റെ പേര്. ഇയാളുമായിട്ട് ഗൂഢാലോചന നടത്തി 3 വാടക കൊലയാളികളെ സെറ്റ് ചെയ്തു. അവർക്ക് പ്രതിഫലവും വാഗ്ദാനം ചെയ്തു, 20 ലക്ഷം രൂപ. അതിൻ്റെ ടോക്കൺ അഡ്വാൻസായ 15,000 രൂപ ഈ ഭാര്യ ഈ കൊല്ലപ്പെട്ട ഭർത്താവിൻ്റെ പേഴ്സിൽ നിന്നാണ് എടുത്ത് കൊടുത്തത്. അയാളെ പൈസ. അതെ. അപ്പോൾ ഇതിന് ശേഷം ഇവർ ഇങ്ങനെ ടൂറിന് പോയി, ഇവരുടെ വീട്ടുകാരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇവരുടെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, ഇവരെക്കുറിച്ച് വീട്ടുകാർക്കൊരു വിവരമില്ല. അപ്പോൾ ഇവരെ കാണാതായി എന്നുള്ള പരാതിയിൽ പോലീസ് അന്വേഷണവും തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവർ 20-ാം തീയതി അവിടെ മധുവിധുവിന് വന്നു. 21-ാം തീയതി കൊട്ടേഷൻ സംഘം അവിടെ എത്തി. 23-ാം തീയതി കൊലപാതകം നടന്നു എന്നാണ് ഇപ്പോൾ. ഭർത്താവ് എന്ന് പറയുന്ന പയ്യനെ കൊന്നു. 23-ാം തീയതി കൊല്ലപ്പെട്ടു. അന്ന് മുതൽ 2 പേരെ കുറിച്ചുള്ള ഒരു വിവരമില്ല. പോലീസ് അന്വേഷണം തുടങ്ങി. അങ്ങനെ ജൂൺ 2-ാം തീയതി, ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം, അഴുകിയ നിലയിൽ ഈ ഭർത്താവിൻ്റെ മൃതദേഹം കിട്ടുന്നു. അതായത് ഈസ്റ്റ് ഖാസി ഹിൽസിൽ, അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്, അവിടെ നിന്ന് കിട്ടുന്നു. അതിനോടൊപ്പം തന്നെ ഈ കുക്കറി, അതായത് ഈ ഗൂർഖകൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഈ വളഞ്ഞ ഒരു കത്തി, ആ കത്തിയും ഒരു റെയിൻ കോട്ടും ഒരു ഫോണിന്റെ പൊട്ടിയ ഒരു കഷ്ണവും അതിന്റെ സ്ക്രീൻ കാർഡ്, അത്രയും സാധനം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടി. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി, ഇത് കൊലപാതകമാണ്. കാര്യം ഈ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതാണ്. ഈ ഭാര്യ മിസ്സിങ്ങുമാണ്. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും ഈ ഭാര്യനെ അടക്കം ഉപദ്രവിച്ച് കൊണ്ടുപോയതാണോ എന്ന തരത്തിൽ. പക്ഷെ പിന്നീട് ഇവര് CCTV ഫുട്ടേജുകൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 40ഓളം സ്ഥലത്തെ CCTV ഫുട്ടേജുകൾ നോക്കിയപ്പോൾ ഒരു മൂവർ സംഘം ഇവരെ പിന്തുടരുന്നതായിട്ട് മനസ്സിലാക്കി. ഇതേ മൂവർ സംഘം തന്നെ ഈ പറയുന്ന സോനവുമായി സംസാരിക്കുന്നതിന്റെയും CCTV വിഷ്വല് കിട്ടി. ഫോണില് അല്ല, റിയൽ ഫുട്ടേജ്. അപ്പൊ പോലീസിന് തീർച്ചയായി ഈ പറയുന്ന സോനം പണിപറ്റിച്ചതാണ്. പക്ഷെ സോനം മിസ്സിംഗ് ആണ്. അങ്ങനെ സോനത്തെ കുറിച്ചുള്ള അന്വേഷണം അവർ പ്രഖ്യാപിച്ചു. അതിനൊരു പേര് വിട്ടു, ഓപ്പറേഷൻ ഹണിമൂൺ. അങ്ങനെ 120 അംഗ പോലീസ് സംഘമാണ് അന്വേഷണത്തിന് ഇറങ്ങിയത്. അതിൽ 20 പേര് ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഇവര് കഴിഞ്ഞ 7-ാം തീയതി UP-യിൽ നിന്ന് ഈ സോനത്തെ പിടികൂടി. ഒപ്പം ഇവരുടെ കാമുകനെയും പിടികൂടി. അപ്പോൾ വേറെ 3 പേര് കൂടി ഇതില് അവർ വാടക കൊലയാളികളാണ്. അതിൽ ഒരാളുടെ പേര് ആകാശ് രജ്പുത്, ഒരാൾ വിശാൽ സിംഗ് ചൗഹാൻ, ഒരാൾ ആനന്ദ്. അപ്പോൾ ഇതിൽ നിന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവരെ ആദ്യം പിടികൂടിയപ്പോൾ ഈ സോനം പറഞ്ഞത്, എന്നെ ആരൊക്കെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നാണ് ഇവർ വാദിച്ചത്. പക്ഷെ പോലീസ് അത് വിശ്വാസത്തിലെടുത്തില്ല. ഇതിനിടയിൽ ഈ സോനത്തിന്റെ തന്നെ മാതാപിതാക്കളുടെ ചില മൊഴികൾ വന്നു. അതായത് ഈ പറയുന്ന കൂടെയുള്ള അല്ല, ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അതെ, അയാള് ഇവരുടെ കാമുകനാണ്. ഈ കാമുകനുമായിട്ടുള്ള വിവാഹം സമ്മതിക്കാതെ ഈ പറയുന്ന ആളുമായിട്ടാണ് കല്യാണം കഴിപ്പിക്കാൻ ഇവർ ശ്രമിച്ചത്. ഈ മരിച്ചുപോയ ഇൻഡോർ സ്വദേശി രാജ് രഘുവംശിനെയാണ് നിർബന്ധപൂർവ്വം കല്യാണം കഴിപ്പിച്ചത്.
അപ്പോൾ ഇവള് പറഞ്ഞത് ഇയാളെ കല്യാണം കഴിപ്പിച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പോകും, നിങ്ങൾ നേരിട്ട് കണ്ടോളൂ എന്നാ പറഞ്ഞു. ഈ ഇപ്പൊ പിടിയിലായ കാമുകൻ ഇവരുടെ തന്നെ ഫാമിലി ബിസിനസ്സിൽ ഒരു ജോലിക്കാരനാണ്, അക്കൗണ്ടന്റ് ആണ്. ഇവർക്ക് ഈ പ്ലൈവുഡ് അതേപോലുള്ള പരിപാടികളുടെ ഫർണിച്ചർ പരിപാടിയുടെ ഫാമിലി ബിസിനസ് ആണല്ലോ, അതിൽ ജോലിക്കാരനാണ് ഇവരുടെ ഈ കാമുകൻ. അപ്പോൾ ഇവനുമായിട്ടുള്ള, അതായത് ഈ കൊല്ലപ്പെട്ട രാജ രഘുവംശിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു സോനത്തിന്. പക്ഷെ വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതിന് ഇവള് പ്രതികരിക്കുമെന്ന് വീട്ടുകാർ ചിന്തിച്ചതേ ഇല്ല. അപ്പൊ അവരിങ്ങനെ മൊഴി കൊടുത്തു, വിവാഹത്തിന് സമ്മതമില്ലാത്ത വിവാഹത്തിനാണ് സോനം വിവാഹം കഴിച്ചതെന്ന് അവരും മൊഴി കൊടുത്തു. ഇതുകൂടാതെ ഈ വാടക കൊലയാളികളുടെ മൊഴിയും കിട്ടി. 20 ലക്ഷം രൂപ ഈ സോനം ഇവർക്ക് പ്രതിഫലമായി കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഇതുകൂടാതെ ഈ CCTV ഫുട്ടേജിന് പുറമെ നിരവധി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, ഈ സോനം പോകുന്ന ഓരോ സ്ഥലത്തെയും ലൈവ് ലൊക്കേഷൻ വാട്സപ്പ് വഴി ഈ കാമുകനുമായിട്ട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാമുകൻ എന്ന് പറയുന്നയാൾ ഇതൊക്കെ ഇപ്പൊ നിഷേധിക്കുന്നുണ്ട്. എനിക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല. ഈ പറയുന്ന സോനം ഇതേപോലെ മേഘാലയയിൽ പോയിട്ട് ഇവളെ കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടു. ഈ വാടക കൊലയാളികൾക്ക് സാധിച്ചില്ലെങ്കിൽ ആ കുന്നിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെ ഇടാനൊക്കെ ആയിരുന്നു സോനത്തിന്റെ പദ്ധതി. പക്ഷെ ഞാൻ ഇതൊക്കെ തടയാനാണ് ശ്രമിച്ചത്, എനിക്ക് നേരിട്ട് പങ്കില്ല എന്ന തരത്തിലാണ് പുള്ളി മൊഴി കൊടുത്തേക്കുന്നത്. പക്ഷെ പുള്ളി ഇപ്പോ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. മൊത്തം സോനം അടക്കം 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ ഭർത്താവ് കല്യാണം കഴിച്ച്, നമ്മള് വിവാഹം എന്നൊക്കെ പറയുന്ന ഒരു പവിത്രമായ ഒരു ഏർപ്പാടായിട്ടാണ്, അതിന്റെ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്തു, അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തി. അത് മാത്രമല്ല, അയാളെ നിഷ്കരണം കൊല ചെയ്ത് തള്ളി. ആ മൃതദേഹം അഴുകിയ നിലയിലാണ്. ആ ബന്ധുക്കൾക്ക് പോലും നേരാൻ വണ്ണം മൃതദേഹം കാണാൻ ഇനി പറ്റില്ല. അഴുകിയ നിലയിലുള്ള മൃതദേഹം ഇനി എന്ത് കാണാൻ? അപ്പൊ ആ നിലയിലാക്കിയ കൊടും ക്രൂരത ചെയ്തിട്ട് കാമുകനൊപ്പം ജീവിക്കാൻ, ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ എന്ത് സാഹസവും ചെയ്യും. അതിന് ഇത്രയും വലിയൊരു ഗൂഢാലോചന നടത്തുക, വാടക കൊലയാളികളെ ഏർപ്പാടാക്കുക, അവർക്ക് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കുക, എന്നിട്ടെല്ലാം അവസാനം പോലീസ് പിടിക്കപ്പെട്ടപ്പോൾ മറ്റൊരു കഥ ചമയ്ക്കുക. ഈ രീതിയിൽ അതിവിദഗ്ധമായി ഇത്ര ഒരു കൃത്യം ചെയ്യണമെന്ന് കുറഞ്ഞ എത്ര ദിവസത്തെ ആസൂത്രണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്രയെങ്കിലും നാളത്തെ പ്ലാൻ കാണും. അതെ, ഉറപ്പായിട്ടും. അപ്പൊ വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചന നടത്തി ഇത്തരത്തിൽ, അതായത് ഇഷ്ടപ്പെട്ടാത്ത ഒരു വിവാഹം കഴിച്ചെങ്കിൽ വിവാഹബന്ധം വേർപെടുത്താമല്ലോ, എന്തിനാ അയാളെ കൊലപ്പെടുത്തുന്നത്? ആ രീതിയിൽ, അതായത് ഒരു ഹണിമൂൺ, അയാൾ എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ജീവിതത്തിന്റെ തുടക്കം വരെ ഒരുമിച്ചുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതമാണ് ഹണിമൂണിലേക്ക് പാവം പോയത്. പക്ഷെ അയാളുടെ ഒരു സ്വപ്നങ്ങൾ തകർക്കുക, സ്വന്തം ജീവിതം തന്നെ തകർക്കുക, കൂട്ടത്തിൽ അവൾ വിശ്വസിച്ച് അവൾ പ്രണയിച്ചു എന്ന് പറയുന്ന ആളും ഇപ്പൊ പെട്ടു. അവൻ ഇപ്പൊ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ ആസൂത്രണത്തിൽ അവനും പങ്കെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോ ഈ കാര്യത്തിൽ അവനും ഇപ്പൊ പെട്ടു. 3 വാടക കൊലയാളികൾ, അവര് ഈ കൃത്യം ഏറ്റെടുത്ത് നടത്താൻ ആദ്യം താല്പര്യമില്ലായിരുന്നു എന്നാണ് ഇവർ പറയും, വാടക കൊലയാളികൾ. പക്ഷെ ഈ മേഘാലയ ഷില്ലോങ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ, അത് കാണാനുള്ള ഒരു ഔത്സുക്യത്തിന്റെ പുറത്താണ് അങ്ങോട്ട് ചെന്നതെന്നൊക്കെയാണ് ഇവരിപ്പോ പറയുന്നത്. ഏതായാലും അവരും ഇപ്പൊ കേസിൽ പ്രതികളായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണം നടത്തി, ഗൂഢാലോചന നടത്തി ഒരു കൃത്യം ചെയ്യാൻ പോയി അവസാനം വലിയൊരു ദുരന്തത്തിൽ അത് കലാശിച്ചു. അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സമൂഹത്തിന് കിട്ടുന്ന ഒരു മെസ്സേജ്, നമ്മൾ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ലോകം വലുതായി എന്ന് പറയുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോഴും പെട്ടുകിടക്കുകയാണ്. ഒന്ന്, പ്രണയം എന്ന് പറയുന്ന കാൽപ്പനികമായിട്ടുള്ള വിഷയം. അത് എങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ, പ്രേം പറഞ്ഞ പോലെ, പ്രണയം എന്ന് പറയുന്ന കാൽപ്പനിക വിഷയത്തിൽ അത് വീട്ടുകാരോട് പറഞ്ഞ് അത് ഇത്രേ ഉള്ളൂ ജീവിതം എന്നുള്ളത്. പ്രണയം എന്ന് പറയുന്ന ഒരു കാൽപ്പനികം തന്നെയാണ്. ആ കാൽപ്പനികതയെ എന്താണ് എന്നുള്ളത് വീട്ടുകാരോട് പറഞ്ഞ് അവർ വീട്ടുകാരുടെ സമ്മതത്തോടെ ഇതിനങ്ങ് ചെയ്യുക, ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എന്തിനിങ്ങനെ സ്വയം ജീവിതം ഹോമിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ എന്താ പറയുക, ദാരിദ്ര്യം, ലൈംഗിക ദാരിദ്ര്യവും ഒരു കാരണമാകാം. അതെ, ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. അതായത് ഹ്യൂമൻ ബീയിങ്ങിൽ എല്ലാം, ഒരു സ്ത്രീക്കും പുരുഷനും ഒക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ പോലും ഇല്ലാതെയുള്ള ചില ധാരണകളാണ് അതെല്ലാം, അല്ലേ? അങ്ങനെയൊക്കെയുള്ളതായിരിക്കാം അവസാനം ജീവിതം. അതായത് അല്ലെങ്കിൽ ഇതിനപ്പുറം മറ്റൊന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് എൻ്റെ ഒരു മുൻവിധികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതെ, ഇതിങ്ങനെ സംഭവിച്ചാൽ പോലീസിൽ പിടിക്കത്തില്ലേ? പോലീസും കോടതി നിയമം ഉള്ളതല്ലേ? എന്നെങ്കിലും ഇതിൽ പിടിയിലായി കഴിഞ്ഞാൽ ജീവിതം തീർന്നില്ലേ? കാര്യം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് ഈ പറയുന്ന കോടതി വിധിയിലൂടെ ഇപ്പൊ പോലീസ് പിടിച്ചു,
ശിക്ഷിക്കാനായി ജയിലിൽ അയക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അവർ ഇതെല്ലാം കാട്ടിക്കൂട്ടുള്ളത് ഇനി എന്തായിരിക്കും, ജീവിതത്തിന്റെ ഭീമമായ ഭാഗം പോകും. ഇപ്പൊ ഒരു സ്ത്രീ 4 പേരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ഒരു അധ്യാപിക ഡോക്ടറേറ്റ് കിട്ടിയതാണ്. അവരെന്താ പറഞ്ഞ, എന്നെ ജയിലിൽ നിന്ന് വിടരുത് സാർ, ഞാൻ അറിയാതെ ഇനി ഇതൊക്കെ ചെയ്തു പോകും. അല്ലെ, ഇത് അവരുടെ മനുഷ്യന്റെ സെറിബെല്ലം ഇങ്ങനെ ഈ തലച്ചോറിൽ ഇങ്ങനെ ഇൻക്ലൂഡഡ് ആയ ചില കാര്യങ്ങളാണ്. ഈ പ്രണയം ഇത്തരത്തിൽ വഴിതിരിഞ്ഞു പോയില്ലെങ്കിലും നിശബ്ദ പ്രണയങ്ങളൊക്കെ ഈ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. അത് ഈ പറയുന്ന അല്ലേ, അത് ഇഷ്ടം പോലെയുണ്ട്. അത് നമ്മുടെ ചങ്ങമ്പുഴയുടെ പ്രണയം പോലത്തെ പ്രണയമൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതായാലും ജീവിതം പോയി, ജീവിതം കോഞ്ഞാട്ടയായി എന്നേ നമുക്കിതിൽ പറയാനുള്ളൂ. അല്ലെ, നമുക്കിതിൽ ആകെ ഒരു ഉത്സുകത തോന്നിയത് അവരുടെ ആ ഒരു തയ്യാറെടുപ്പാണ്. നമുക്കൊരു ഉത്സുകത തോന്നിയത്, അതാണ് നമ്മളിവിടെ വിവരിച്ചതും. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.